നമസ്കാരം. ആകാശത്ത് പാറിപ്പറന്ന് നടക്കുന്ന ഒരു പറവയുടെ ചിറകരിഞ്ഞാലോ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല അല്ലെ? പിന്നെ പറവയ്ക്ക് തവളയെ പോലെ ചാടാൻ മാത്രമേ കഴിയൂ. അതുപോലെ നമ്മുടെ ചിറകുകൾ അരിഞ്ഞാലോ? നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമാകുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിലൊന്ന്, എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുക. എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമുക്ക് പുതിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. പറയുന്നത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണമെന്ന്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും അതാത് സമയത്ത് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരുമായി നിരന്തരമായി നമ്മൾ താരതമ്യം ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ കഴിവല്ല നമുക്കുള്ളത്. നമ്മുടെ കഴിവും അറിവും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യരുത്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കഴിവും ബുദ്ധിയും അറിവും ഉപയോഗിച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് എന്നാണ്. 3, നെഗറ്റീവ് ആളുകളുടെ വാക്കുകൾ കേട്ട് തളരരുത്. അതായത് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അത് കേട്ടാൽ നമുക്ക് തളരാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നെഗറ്റീവ് പറയുന്ന ആളുകളുടെ വാക്ക് കേട്ട് നമ്മൾ പ്രവർത്തിക്കരുത് എന്നാണ്. അതായത് നമ്മുടെ കഴിവ് നിശ്ചയിക്കുന്നത് അത് നമ്മളാണ്, അത് മറ്റുള്ളവരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവിന്റെ മാക്സിമം നമ്മൾ ചെയ്യുക എന്നതാണ്. 4-ാമത്തെ ഒരു കാര്യം, പരാജയത്തെ ഭയക്കുക എന്നതാണ്. പരാജയത്തെ ഒരിക്കലും പരാജയത്തെ ഭയക്കുകയല്ല വേണ്ടത്. പരാജയത്തെ നമ്മൾ പാഠമാക്കുകയാണ് വേണ്ടത്. പരാജയത്തെ പാഠമാക്കി മുന്നേറുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. 5-ാമത്തെ ഒരു കാര്യം, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ലോകം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുമെന്നാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് ഫോളോ മീ. താങ്ക് യു വെരി മച്ച്.